ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാറ്ററിനെ കുറിച്ച് പഠിച്ചു അല്ലേ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സോ ഏതൊരു സാധനവും അത് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്, അതിന് മാസും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റർ എന്ന് പറയും. ഓക്കെ, നൗ which are the three states of matter that you are familiar with? Solid, liquid, gas. പിന്നെ വേറൊരു സ്റ്റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, പ്ലാസ്മ. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, സോളിഡും ലിക്വിഡും ഗ്യാസിനെയും കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ലെസണിൽ പഠിക്കുന്നത്. ഇനി സോളിഡ് ആയിക്കോട്ടെ, ഏതൊരു വസ്തു സോളിഡിലാണെങ്കിലും ലിക്വിഡിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലും ഇറ്റ് ഹാസ് മാസ്. അതിന് മാസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ടിക്ക് ചെയ്തു, മാസ് ഉണ്ട്. ഇനി ഡെഫിനിറ്റ് വോള്യൂം ഉണ്ടോ? ഡെഫിനിറ്റ് വോള്യൂം എന്താണെന്നറിയില്ലേ? സ്പേസ് ഒക്കുപ്പൈഡ്, എല്ലാം സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നു. പക്ഷേ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള വോള്യൂം ഏതിനൊക്കെയാണുള്ളത്? സോളിഡിനുണ്ട് അല്ലേ? വാട്ട് അബൌട്ട് ലിക്വിഡ്? 1 ലിറ്റർ എണ്ണ എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്റർ തന്നെയാണ്, അതിൻ്റെ വോള്യൂം 1 ലിറ്റർ തന്നെയാണ് അല്ലേ? അത് ഏത് പാത്രത്തിലിട്ടാലും അതിൻ്റെ വോള്യൂം അത് തന്നെയാണ്. പക്ഷേ ഗ്യാസിന് ഒരു ഡെഫിനിറ്റ് വോള്യൂം ഉണ്ടോ? ഗ്യാസിന് സ്പേസ് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ വോള്യൂം ഡെഫിനിറ്റ് അല്ല. കാരണം നമ്മളൊരു വലിയ പാത്രത്തിൽ ഗ്യാസ് നിറച്ചു എന്ന് വയ്ക്കുക, ഗ്യാസ് അതിന് വേണ്ട സ്ഥലത്ത് മാത്രം ഇരിക്കുകയാണെന്ന് വെച്ചാൽ അത് ഓടിക്കളിച്ചിട്ട് ആ മൊത്തം സ്പേസും ഒക്കുപ്പൈ ചെയ്യുമോ? മുഴുവൻ സ്പേസും ഒക്കുപ്പൈ ചെയ്യും അല്ലേ? അതേ ഗ്യാസിനെ തന്നെ നമ്മളൊരു ചെറിയ സിലിണ്ടറിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കംപ്രസ്സായിട്ട് അതിനകത്ത് ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് എന്താണ്? അത് ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ വോള്യൂം എന്ന് പറയുക അല്ലേ? ആ വോള്യൂം ഡെഫിനിറ്റ് അല്ല ഗ്യാസിൻ്റെ കാര്യത്തിൽ. ലിക്വിഡിൻ്റെ കേസിലായാലും സോളിഡിൻ്റെ കേസിലായാലും അതിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. അതിന് ഇത്ര സ്ഥലം വേണം പറഞ്ഞാൽ അത്ര സ്ഥലം വേണം. അത് അതിനനുസരിച്ച് ഏത് പാത്രത്തിലിട്ടാലും ലിക്വിഡ് 1 ലിറ്റർ ആണ് അതിൻ്റെ വോള്യൂം എങ്കിൽ ആ 1 ലിറ്റർ എപ്പോഴും ഉണ്ടാവും. അത് വട്ടത്തിലുള്ള പാത്രത്തിലിട്ടാലോ ഉയരത്തിലുള്ള പാത്രത്തിലിട്ടാലോ ഒക്കെ അല്ലേ? അതിന് ഉൾക്കൊള്ളാവുന്ന സ്പേസ് അതിന് ആവശ്യമാണ്. ഡെഫിനിറ്റ് വോള്യൂം ഇറ്റ് ഹാസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്, നമ്മളൊരു ചെറിയ സിലിണ്ടറിലെ ഗ്യാസിനെ എടുത്ത് വലിയൊരു പാത്രത്തിൽ നിറച്ചാൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ പാർട്ടിക്കിൾസ്, അതിൻ്റെ മോളിക്യൂൾസ് ആ മുഴുവൻ പാത്രത്തിനെയും ഒക്കുപ്പൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഗ്യാസ് ഹാസ് നോ ഡെഫിനിറ്റ് വോള്യൂം. ഓക്കെ, വാട്ട് അബൌട്ട് പെർമനൻറ്റ് ഷേപ്പ്? പെർമനൻറ്റ് ഷേപ്പ് ഉള്ളത് ആർക്കൊക്കെയാണ്? യെസ്, ടെൽ മീ. ദിസ് സോളിഡ് ഹാസ് പെർമനൻറ്റ് ഷേപ്പ് അല്ലേ? അതിനൊരു ഷേപ്പ് ഉണ്ട്. വാട്ട് അബൌട്ട് ലിക്വിഡ് ആൻഡ് ഗ്യാസ്? ലിക്വിഡ് വട്ടപാത്രത്തിലിട്ടാൽ വട്ടത്തിലിരിക്കും അല്ലേ? വേറെ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിൽ വെച്ചാൽ സ്ക്വയർ ഷേപ്പിലിരിക്കും. അതിനൊരു പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടോ ലിക്വിഡിന്? ഇല്ല. ഗ്യാസിന് ഇല്ല. ഗ്യാസിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ പെർമനൻറ്റ് ഷേപ്പ് ഉള്ളത് സോളിഡിനാണ്, ലിക്വിഡിനും ഗ്യാസിനും പെർമനൻറ്റ് ഷേപ്പ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ കോളം ഒന്ന് ഫില്ല് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും മാസ് ഉണ്ട്, പക്ഷേ ഡെഫിനറ്റ് വോള്യൂം ഗ്യാസിന് ഇല്ല. പെർമനൻറ്റ് ഷേപ്പ് ലിക്വിഡിനും ഗ്യാസിനും ഇല്ല. So what you have to do? Take a screenshot and write it in your notebook. Okay. Next, very important topic, tiny particles in matter. Tiny particles in matter. ഒരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയമുള്ളൊരു ആക്ടിവിറ്റി പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ വീട്ടിലുള്ള പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പഞ്ചസാര അല്ലേ? ആ പഞ്ചസാര നിങ്ങൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്കത് ചെറുതായി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറും അല്ലേ? ആ വെള്ളത്തിൽ പൂർണ്ണമായും നമ്മൾ എന്ത് പറയും? അത് അലിഞ്ഞു ചേർന്നു എന്ന് പറയും. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ക്രിസ്റ്റൽ അല്ലേ, പഞ്ചസാരയുടെ ഷുഗർ ക്രിസ്റ്റൽസ്, അത് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും, സ്റ്റിർ ചെയ്യുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് കാണാതാവുന്നു. അതിൻ്റെ കാരണം ഈ ഷുഗർ ക്രിസ്റ്റൽസ്, നമുക്ക് കാണാൻ പറ്റുന്ന വലുപ്പമുള്ള ഷുഗർ ക്രിസ്റ്റൽസ് വെള്ളത്തിൽ അലിയിക്കുമ്പോൾ അത് ചെറുതായി വളരെ ചെറുതാവും. നിങ്ങളുടെ കണ്ണുകൾക്ക് വിത്ത് യുവർ നേക്കഡ് ഐ യു കനോട്ട് സീ ദ ടൈനിയസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദിസ് സബ്സ്റ്റൻസ് ഓർ ദിസ് മാറ്റർ അല്ലേ? ആ ഷുഗറിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ? അതുകൊണ്ടാണ് നമുക്കത് കാണാതാവുന്നത്, അല്ലാണ്ട് ഷുഗർ ഇല്ലാതാവുന്നില്ലല്ലോ. ഷുഗർ കാണുന്നില്ല നിങ്ങളുടെ കണ്ണുകൊണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ പാർട്ടിക്കിൾ, ഇപ്പോൾ ഷുഗറിൻ്റെ വലിയ ക്രിസ്റ്റലാണ്, അത് ചെറുതായി വളരെ ചെറുതാവുന്നു അല്ലേ? അവസാനം നിങ്ങൾക്ക് കാണാതെയാവുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റി നോക്കാം. ഫിൽ 3/4 ഓഫ് എ ബീക്കർ വിത്ത് വാട്ടർ. ഓക്കെ, ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എന്ത് ചെയ്യാണ്? വി ആർ ടേക്കിംഗ് 3/4 ഓഫ് എ ബീക്കർ വിത്ത് വാട്ടർ. മുക്കാൽ പാത്രം
വെള്ളം എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം put 2 or 3 crystals of potassium permanganate into it. ഓക്കെ, 2 or 3 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ക്രിസ്റ്റലുകൾ എടുത്തിട്ട്, ഇപ്പോൾ ലാബൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ ഷുഗർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടു, ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇളക്കി. സ്റ്റിറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളക്കുന്നു അല്ലേ. സോ വാട്ട് ഹാപ്പൻ ടു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ക്രിസ്റ്റൽ? എന്ത് പറ്റുന്നു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ക്രിസ്റ്റൽ? അത് പൊടിയായിട്ട് പോകുന്നു അല്ലേ. ഇറ്റ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ആൻഡ് സ്മോളർ ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്? ക്യാൻ യു സീ ദ ക്രിസ്റ്റൽ? നോ, യു കനോട്ട് സീ ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ ഇൻവിസിബിൾ ആയിട്ട് പോകുന്നു അല്ലേ. വൈ ദ പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ ദോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ? നമുക്കറിയാം നമ്മളാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടത്, അപ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവണം. ദെൻ വാട്ട് ഹാപ്പൻ? വൈ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ? Why you cannot see that? Why? Because it has been broken down into tiny particles അല്ലേ. ടൈനി, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പാർട്ടിക്കിളായിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സാധനം ഇൻവിസിബിളായിട്ട് മാറിയത്. ക്ലിയർ? സോ ഇൻസ്റ്റെഡ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ ടേക്ക് ഷുഗർ ക്രിസ്റ്റൽസ് ആൻഡ് ഡു ദിസ് എക്സ്പെരിമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര വെള്ളം കലക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഞ്ചസാര കാണാൻ പറ്റാതാവുന്നത് എന്ന് വെച്ചാൽ, ഓക്കെ, സോ വൈ ദ പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ ഈവൻ ദോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ? ബിക്കോസ് ദിസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലേ. സോ മെനി ടൈനി പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ, ആൻഡ് ദീസ് ടൈനി പാർട്ടിക്കിൾസ് ബെയർ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസസ്. ശ്രദ്ധിക്കുക, നമ്മൾ പഞ്ചസാര അലിയിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അലിയിച്ചു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ആ പഞ്ചസാരയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യാം അല്ലേ. അതിനകത്ത് അവിടെ ഉണ്ട്, അതിന് ആ ചെറിയ പാർട്ടിക്കിളിന് പോലും പഞ്ചസാരയുടെ സ്വഭാവമുണ്ട് അല്ലേ. ഇറ്റ് ബിയർ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഷുഗർ ക്രിസ്റ്റൽ ആണെങ്കിൽ ആ ഷുഗറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ആ ഷുഗർ ക്രിസ്റ്റലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ ഏറ്റവും ചെറിയ തരിയിൽ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ? സോ ഒന്നാമത്തെ ഡാഷിൽ എന്ത് ചെയ്തും വാട്ട് ഹാപ്പൻ ടു ദ പൊട്ടാസ്യം ക്രിസ്റ്റൽസ്? ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, റൈറ്റ്. സെക്കൻഡിൽ ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ്? നോ, യു കനോട്ട് സീ ദി ക്രിസ്റ്റൽ. ഇനി വൈ ഇറ്റ് കനോട്ട് ബി സീൻ ചോദിച്ചാൽ എന്ത് ചെയ്തും? ബിക്കോസ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതുക? വാട്ട് ഹാപ്പൻ ടു ദ പൊട്ടാസ്യം ക്രിസ്റ്റൽ എന്നുള്ളിടത്ത് യു ഹാവ് ടു റൈറ്റ് dissolves. Okay, it dissolves in water. It dissolves in water. ഓക്കെ, വെള്ളത്തിൽ അത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. ഷുഗറിൻ്റെ കേസിലെ പോലെ തന്നെ. ക്യാൻ യു സീ ദി ക്രിസ്റ്റൽ? നോ, യു കനോട്ട് സീ ദി ക്രിസ്റ്റൽ. വൈ യു കനോട്ട് സീ ദി ക്രിസ്റ്റൽ? ബിക്കോസ് ഇവിടെ എന്ത് ചെയ്തും? വാട്ട് വിൽ യു റൈറ്റ് ഹിയർ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, or these crystals are made up of tiny particles that cannot be seen by your naked eye. Made up of tiny particles, tiny particles that cannot be seen with your naked eyes. So tiny particles that cannot be seen. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് യുവർ നേക്കഡ് ഐ. സീൻ വിത്ത്, മൗസ് കൊണ്ട് എഴുതുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട്, അതാണ് ഇങ്ങനെ. സീൻ വിത്ത് യുവർ നേക്കഡ് ഐ അല്ലേ. നേക്കഡ് ഐസ്. അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ടേക്ക് സ്ക്രീൻഷോട്ട് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ക്ലിയർ? ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ്. സോ it may therefore be inferred that it is written here. It may be inferred that each crystal of potassium permanganate is made up of crores of tiny particles. ഒന്നോ രണ്ടോ tiny particle ആണോ? No, crores of tiny particles. So the answer is here only, no problem. Okay, you can write this also, because each crystal of potassium permanganate is made up of crores of tiny particles, and these tiny particles are not visible with our naked eyes. Okay, അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. Take the screenshot of this slide and
write it in your notebook. Okay, so let's do another experiment. They have given you an experiment. It's nothing but this dissolving sugar in water. നമുക്കറിയാവുന്ന ഞാൻ പറഞ്ഞ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ. നമ്മൾ അലിയിച്ച് കഴിഞ്ഞാൽ ആ ഷുഗറും സ്വീറ്റ്നെസ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സ്വീറ്റ്നെസ് ഇല്ലേ? യെസ്, ഉണ്ട് അല്ലേ? യു ക്യാൻ ടേസ്റ്റ് this sugar even though you cannot see that. Clear? So what you have to write is each substance is made up of tiny particles which cannot be seen with naked eyes. These particles bear all the properties of the substance. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചത്. നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും കോടിക്കണക്കിന് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ വസ്തുക്കളുടെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിന് പോലും ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? അത് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ്, അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് in different states of matter. 3 states of matter നമ്മൾ പഠിക്കുന്നുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് നമുക്കറിയാം, ഓരോന്നും ടൈനി പാർട്ടിക്കിൾസ്, ക്രോർസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് സബ്സ്റ്റൻസ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഇത് അടുത്തടുത്ത് ചേർന്നാണോ, ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, അത് അനങ്ങുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഓരോ സബ്സ്റ്റൻസും ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. ഇനി പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ട് ഹൗ സം അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ലിസ്റ്റഡ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് നോക്കൂ. അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി. പാർട്ടിക്കിൾസ് അട്രാക്ട് വൺ അനദർ. ഒരു ടൈനി പാർട്ടിക്കിൾ അതിൻ്റെ അടുത്തുള്ള വേറെ ടൈനി പാർട്ടിക്കിളുമായിട്ട് അട്രാക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റും ലിക്വിഡിലെ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റും ഗ്യാസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഏതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് ഡിസ്റ്റൻസ് കുറവുള്ള അറേഞ്ച്മെൻറ്റ് ഏതാണ്? സോളിഡിലാണോ ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്നത്? ലിക്വിഡിലാണോ ഗ്യാസിലാണോ? പറയൂ. യെസ്, സോളിഡിലാണ്. യു ക്യാൻ സീ ഇറ്റ്സ് വെരി ക്ലോസ്ലി അറേഞ്ച് അല്ലേ? പാർട്ടിക്കിൾസ് എല്ലാം വളരെ അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഏതിലാണ് ഡിസ്റ്റൻസ് കുറവ്? സോളിഡിൽ അല്ലേ? ദേ ആർ ക്ലോസ്ലി പാക്ഡ്. വാട്ട് അബൌട്ട് ലിക്വിഡ്സ്? ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ? ക്ലോസ്ലി പാക്ഡ് ആണോ? അല്ല, ലൂസായിട്ടാണ്. ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കാണാം. അതിങ്ങനെ, അതുകൊണ്ടാണ് അതിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉള്ളത്. അത് ഒഴുകുന്നത് ഒരുപാട് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് ചേർന്ന് തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് സോളിഡ്. പക്ഷേ അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇച്ചിരി കൂടുതലാണ്. ഡിസ്റ്റൻസ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നു അല്ലേ? ഡിസ്റ്റൻസ് കൂടുതൽ. ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലല്ല സോളിഡിൻ്റെ കേസിൽ. ലിക്വിഡിൻ്റെ കേസിൽ യു ക്യാൻ സീ there is some distance അല്ലേ? അപ്പോൾ ഇത് ലൂസ്ലി പാക്ഡ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ഗ്യാസസ്? ആഹാ, വൈഡ്ലി സെപ്പറേറ്റഡ് എന്ന് പറയാം അല്ലേ? എന്തോ ഒരു ഡിസ്റ്റൻസ് ആണ് നോക്കൂ. അപ്പോൾ ഗ്യാസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക? ദേ ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. ഇവിടെ ഒന്നാമത്തെ കേസിൽ ക്ലോസ്ലി പാക്ഡ് അല്ലേ? വളരെ അടുത്തടുത്താണ് പാർട്ടിക്കിൾസ്, ക്ലോസ്ലി പാക്ഡ് അല്ലേ? സെക്കൻഡ് കേസിൽ എന്താണ്? ലൂസ്ലി പാക്ഡ്. ഓക്കെ, ഗ്യാസ് മാതിരി അത്രയ്ക്ക് വിട്ടിട്ടൊന്നുമല്ല, ബട്ട് സ്റ്റിൽ സോളിഡിൻ്റെ അത്രയ്ക്കും ക്ലോസുമല്ല. അപ്പോൾ ലൂസ്ലി പാക്ഡ്. ഓക്കെ, ലൂസ്ലി പാക്ഡ് എന്ന് പറയാം. വാട്ട് അബൌട്ട് ദിസ് ഗ്യാസസ്? ദേ ആർ വൈഡ്ലി സെപ്പറേറ്റഡ് എന്ന് പറയാം. അത് തമ്മിൽ അടുത്തേ അല്ല. യു ക്യാൻ സീ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോ വൈഡ്ലി സെപ്പറേറ്റഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ക്ലിയർ? സോ യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ. Solid, the particles are closely arranged, whereas this liquid, they are loosely arranged, whereas you can see the particles are widely separated in gases. അല്ലേ? ഗ്യാസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് പറയുകയാണെങ്കിൽ ഏതിലായിരിക്കും പാർട്ടിക്കിൾസ് തമ്മിലുള്ള മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ? നമുക്കറിയാം സോളിഡിൽ വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല അല്ലേ? സോളിഡിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള മൂവ്മെൻറ്റ് വളരെ വളരെ കുറവാണ്. വാട്ട് അബൌട്ട് ലിക്വിഡ്? അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? ലിക്വിഡ് അത്യാവശ്യം മൂവ് ചെയ്യും. ഗ്യാസസ് ആണെങ്കിലോ
അത് വൈഡ്ലി സെപ്പറേറ്റഡ് ആണ്. അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേ ഇല്ല. അപ്പോൾ പാർട്ടിക്കിൾസിന് അതിന് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, വളരെ എളുപ്പം മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസസിനാണ്, ഏറ്റവും കുറവ് ഏതിനാണ്, സോളിഡിനാണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചു. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? അതിൻ്റെ മൂവ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഏത് സ്റ്റേറ്റിലുള്ള മാറ്ററിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഗ്യാസിൻ്റെ മൂവ്മെൻ്റ് ആണ് കൂടുതൽ അല്ലേ. ലിക്വിഡിന് മൂവ്മെൻറ്റും ഉണ്ട്, ഗ്യാസിൻ്റെ അത്രയുണ്ടോ? ഇല്ല. പക്ഷേ സോളിഡിനെ പോലെയാണോ? അല്ല. സോളിഡിൽ മൂവ്മെൻറ്റ് നെഗ്ലിജിബിൾ ആണ് അല്ലേ, അങ്ങനെ മൂവ് ഒന്നും ചെയ്യത്തില്ല വലുതായിട്ട്. സോ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് വെൻ യു കമ്പയർ, ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉള്ളത് ഗ്യാസ് പാർട്ടിക്കിൾസിനാണ്, ഏറ്റവും കുറവുള്ളത് സോളിഡിനാണ് അല്ലേ. ലിക്വിഡ് അതിൻ്റെ മിഡിലിൽ നിൽക്കുന്നുണ്ട്. ക്ലിയർ? സോ you are asked to write something like this. What are the changes that happen to the following properties when heat is absorbed? നമ്മൾ ഈ പാർട്ടിക്കിൾ, നമ്മൾ ഈ സബ്സ്റ്റൻസിന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു സോളിഡ് മാറ്റർ എടുത്തു, അതിനെ ഹീറ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ആദ്യം നോക്കാം. You must have studied that when ice is heated, it changes into water. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഐസ് ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഐസ് ഹീറ്റ് ചെയ്താൽ യു ക്യാൻ സി ഇറ്റ് ബിക്കംസ് വാട്ടർ. വാട്ടറിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഇനി ഈ വാട്ടറിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, വെള്ളത്തിനെ നമ്മൾ വീണ്ടും തിളപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ബോയിൽസ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു സ്റ്റീം. അത് ആവിയായി പോകും അല്ലേ. ആവി ഏത് സ്റ്റേറ്റിലാണ്? യെസ്, ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിലായിരുന്നു, നമ്മൾ അതിന് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തപ്പോൾ അത് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തി അല്ലേ. ഐസ് ചൂടാക്കി കഴിയുമ്പോൾ അത് വെള്ളമായിട്ട് മാറി. വെള്ളം ചൂടാക്കിയപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് ചേഞ്ചസ് ഇൻ ടു സ്റ്റീം. അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എത്തി. സിമിലർലി ചേഞ്ച് ഓഫ് ദ സ്റ്റേറ്റ് അക്കേഴ്സ് ടു മാറ്റർ ഇൻ ഓൾ സ്റ്റേറ്റ്സ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മൾ ഇതുമാതിരി ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ യു ആർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട്. സോളിഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറും? യെസ്, നിങ്ങൾക്കറിയാം, സോളിഡായിട്ട് ഐസിനെ മനസ്സിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോളിഡ് ഹീറ്റ് ചെയ്തപ്പോൾ അത് എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി അല്ലേ. ഇനി ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഗ്യാസ് ആയിട്ട് മാറുക? യെസ്, ലിക്വിഡ് വെൻ ഹീറ്റഡ്, ഈ സൈക്കിൾ വരച്ച് വെക്കണം. ടേക്ക് സ്ക്രീൻഷോട്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ലിക്വിഡ് ഹീറ്റ് ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് ബിക്കേം ഗ്യാസ്. ഇത് നമുക്കറിയാം അല്ലേ. ഇനി ഈ ലിക്വിഡ് കൂൾ ചെയ്താൽ, നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പിച്ചാൽ ഈ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടറൊക്കെ നമ്മൾ തണുപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ഇറ്റ് ബിക്കംസ് സോളിഡ് അഗെയിൻ അല്ലേ. അത് വീണ്ടും ഐസായിട്ട് മാറും അല്ലേ. അപ്പോൾ വെൻ ലിക്വിഡ് ഈസ് കൂൾഡ്, ഇവിടെ എന്താ വരിക? കൂൾഡ്. ലിക്വിഡ് കൂൾ ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് ബിക്കെയിം സോളിഡ് അല്ലേ. അപ്പോൾ ലിക്വിഡ് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ ബിക്കം സോളിഡ്. നൗ ഇഫ് ലിക്വിഡ് ഈസ് ഹീറ്റഡ് ഇറ്റ് ബിക്കംസ് ഗ്യാസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്താൽ എന്താ സംഭവിക്കുക? അത് ലിക്വിഡായിട്ട് മാറും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടിലിങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ചെയ്യാവുന്നതാണ്. വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക, എന്നിട്ട് അത് അടച്ചു വെക്കുക. അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റീം പുറത്തേക്ക് രക്ഷപ്പെടാത്ത രീതിയിൽ അടച്ചു വെക്കുക. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ അടപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുക്കുമ്പോൾ ആ ഗ്യാസ് തിരിച്ച് എന്തായിട്ട് മാറുകയാണ്? ലിക്വിഡ് തന്നെയായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. സോളിഡ് ഹീറ്റ് ചെയ്താൽ ലിക്വിഡ് ആവും, ലിക്വിഡ് കൂൾ ചെയ്താൽ എന്താവും? വീണ്ടും സോളിഡ് ആവും, വീണ്ടും ഹീറ്റ് ചെയ്താൽ വീണ്ടും ലിക്വിഡ് ആവും. ഓക്കെ, ഇനി ഈ ലിക്വിഡിനെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആവും. ഈ ഗ്യാസിനെ കൂൾ ചെയ്താൽ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. Clear, children? So you have to draw the cycle. Which form of energy is responsible for the change of state here? ഇവിടുത്തെ ഈ സ്റ്റേറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ള എനർജി ഏതാണ്? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ? ഹീറ്റ് എനർജിയിൽ ഏത് എനർജിയാണ്? ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി കാരണമാണ് ഈ സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. സോ ഹീറ്റ് എനർജി, നമ്മൾ ഹീറ്റ് ചെയ്തപ്പോഴാണ് ഒരു സ്റ്റേറ്റിൽ നിന്നും അത് മറ്റേ സ്റ്റേറ്റിലേക്ക് പോയത്. ആ ഹീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൂൾ ചെയ്തപ്പോൾ അത് തിരിച്ച് അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഏത് എനർജിയാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഹീറ്റ് എനർജി എന്നാണ്. അപ്പോൾ എന്താണ് ചോദ്യം? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹിയർ? നിങ്ങൾ എഴുതിയെടുക്കണം ഈ ചിത്രം വരച്ചതിന് ശേഷം. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ
ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹിയർ എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ ആൻസറായിട്ട് ഹീറ്റ് എനർജി എന്ന് എഴുതണം. ഓക്കെ, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു. ഇവിടെ സോളിഡ് ആയിരുന്ന സമയത്ത് മൂവ്മെൻറ്റ് തീരെ കുറവായിരുന്നു. അത് ലിക്വിഡ് ആയപ്പോഴത്തേക്ക് അത് ഒഴുകാൻ തുടങ്ങി അല്ലേ. യു ക്യാൻ സീ. അതിനെ നമ്മൾ ഗ്യാസ് ആക്കിയാലോ അത് നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇറ്റ് ഇസ് വെരി ലെസ്, ലിക്വിഡ് ഇറ്റ്സ് ലിറ്റിൽ മോർ, ആൻഡ് ഗ്യാഷ്യസിൽ ഇറ്റ്സ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ what are the changes that happen to the following properties when heat is absorbed? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എനർജി ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കുന്നു പെട്ടെന്ന് പറയാവുന്നതാണ് അല്ലേ. നമ്മൾ ലിക്വിഡിലായിരുന്നപ്പോൾ അനങ്ങാതെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു അല്ലേ, അനങ്ങാതിരിക്കുകയായിരുന്നു ഐസ്. ഇച്ചിരി ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്കും അത് ലിക്വിഡ് ഫോമിലേക്കായി, അത് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ എനർജി എങ്ങനെയാണ്? എനർജി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കിട്ടിയാലാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അപ്പോൾ എനർജി ഹീറ്റ് കൊടുത്തപ്പോൾ എനർജി കൂടുകയാണോ ചെയ്ത് കുറയുകയാണോ ചെയ്ത്? Energy, yes, what are the changes that happen? Energy increases, le energy increases, energy കൂടുകയാണ് ചെയ്യുക. You can see when heat is applied what happens, the energy of the particles increases അല്ലേ. ലിക്വിഡായി, ലിക്വിഡിന് വീണ്ടും എനർജി കൊടുത്തു, വീണ്ടും ഹീറ്റ് കൊടുത്തപ്പോൾ ഹീറ്റ് എനർജിയാണ് അല്ലേ, എനർജി പ്രൊവൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി കൂടുക തന്നെയല്ലേ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോളിഡിൽ നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ ലിക്വിഡായി മാറി എന്ന് വെച്ചാൽ സോളിഡിൽ ആണോ എനർജി കൂടുതൽ, ലിക്വിഡ് സ്റ്റേറ്റിലാണോ എനർജി കൂടുതൽ? ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ബിക്കോസ് വി ഹാവ് സപ്ലൈഡ് ഹീറ്റ് എനർജി നമ്മൾ കൊടുത്തു. അങ്ങനെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടിയില്ലേ. അപ്പോൾ എനർജി കൂടുതൽ, ഹീറ്റ് കൊടുക്കുമ്പോൾ എനർജി കൂടുന്നു. പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസോ അതും കൂടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇതും നിങ്ങൾ എഴുതണം. വാട്ട് ഹാപ്പൻസ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്? എനർജി കൂടി, ഡിസ്റ്റൻസ് കൂടി അല്ലേ. നോക്കൂ, നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ ആദ്യം ഹീറ്റ് എനർജി ഇല്ലാതിരുന്ന സമയത്ത് ഐസായിരുന്നു. ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അതിൻ്റെ എനർജി കൂടി, എനർജി കൂടിയപ്പോൾ പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് കൂടി. വീണ്ടും ഹീറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് വീണ്ടും കൂടി അല്ലേ. അപ്പോൾ ഇവിടെയും ഇൻക്രീസ് ചെയ്യും. ഇനി അട്രാക്ഷൻ, നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ അട്രാക്ഷൻ ഓഫ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഇതിലേതാണ് ഏറ്റവും നന്നായിട്ട് അട്രാക്റ്റ് ആയിട്ടിരിക്കുന്നത്? അടുത്തടുത്ത് അട്രാക്ഷൻ പറഞ്ഞാൽ അറിയാലേ, ആകർഷണം. യു ക്യാൻ സീ ദിസ് അല്ലേ. ഇത് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. ഇത് തമ്മിൽ ഭയങ്കര അട്രാക്ഷനാണ്. ഇവിടെ അട്രാക്ഷൻ കുറവാണ്, ഇവിടെ അട്രാക്ഷൻ തീരെ കുറവാണ്. അപ്പോൾ ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് അട്രാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുക അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ടു ദി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്? ഇറ്റ് ഡിക്രീസസ്. നിങ്ങളെല്ലാം ഐസും വാട്ടർ വേപ്പറുമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് മനസ്സിലാലോചിച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ attraction between particles decreases when you supply heat energy or when you provide heat energy. When heat energy is absorbed by substance, what happens? The attraction between particles decreases. And what about movement? Movement എന്താ ചെയ്യണം? ഹീറ്റ് എനർജി കൊടുത്താൽ കൂടുകയാണോ കുറയാണോ? സോളിഡിന് ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കൂടിയില്ലേ, അത് ലിക്വിഡായി മാറിയില്ലേ. അപ്പോൾ അതിന് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what you have to write, it also increases. ഓക്കെ, അപ്പോൾ take screenshot of this and take down. INCREASES. ഓക്കെ, ഇപ്പോൾ മൗസ് കൊണ്ട് എഴുതുമ്പോഴാണ് ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാവുന്നുണ്ട്. ശരിയാക്കി തരാം, ശരിയാവും പതുക്കെ എഴുതി ശീലിക്കാത്തതുകൊണ്ടാണ് ടീച്ചർ. ഓക്കെ, ക്ലിയർ ചിൽഡ്രൻ? നൗ വി ക്യാൻ കൺവേർട്ട് സോളിഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ലിക്വിഡ് ഇൻ ടു ഗ്യാസ് ബൈ സപ്ലൈയിങ് ഹീറ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹീറ്റ് കൊടുത്തപ്പോൾ നമുക്ക് സോളിഡിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും, ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റും. ഇഫ് സോ, won't the particles of gas having high energy than other two states? So, won't the particles of gas have higher energy than in the other two states? അപ്പോൾ ഇപ്പോൾ സോളിഡ് ലിക്വിഡാക്കി, ലിക്വിഡ് ഗ്യാസ് ആക്കി, എന്ത് കൊടുത്തിട്ട്? ഹീറ്റ് കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഗ്യാസിൻ്റെ എനർജി ആയിരിക്കില്ലേ മറ്റ് രണ്ട് സ്റ്റേറ്റ്സിനെക്കാട്ടും കൂടുതൽ? ആണോ അല്ലയോ? ആണ് അല്ലേ. കാരണം എന്താണ്? സോളിഡിന് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്തപ്പോഴത്തേക്ക് ലിക്വിഡായി, വീണ്ടും എനർജി കൊടുത്തപ്പോഴാണ് അത് എന്തായിട്ട് മാറിയത്? ഗ്യാസ് ആയിട്ട് മാറിയത്. അപ്പോൾ എനർജി കൂടുതൽ ആർക്കാണ്? ഗ്യാസിലാണ് അല്ലേ. ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആണ്. ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് ലിമിറ്റഡ്. അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറവാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ് ഈ പറയുന്നത്. Okay, particles in solids, they are very close to each other and their freedom of movement is very less or limited. What about liquid state, matter in liquid state?
In the liquid state, particles are relatively farther apart and have more freedom of movement than in solid state. When you compare liquid state with solid state, you can see that the particles are relatively farther apart. ഇതിനെ സംബന്ധിച്ച് സോളിഡ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ദേ ആർ ഫാർദർ അപ്പാർട്ട് അല്ലേ, അവർക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. സോളിഡിനെക്കാട്ടിലും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഒബ്വിയസ്ലി ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടുതലാണ് അല്ലേ. Now in gaseous state what happens? The particles remain far away from one another അല്ലേ. പാർട്ടിക്കിൾസ് അടുത്തടുത്താണോ? they are widely separated എന്ന് ടീച്ചർ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ. They remain far away from one another and their freedom of movement is very high. What about the freedom of movement? It is very high. ഇവിടെ റിലേറ്റീവ്ലി ഹൈ ആണ് ലിക്വിഡിൻ്റെ കേസിലെങ്കിൽ ഗ്യാസിൻ്റെ കേസിൽ വളരെ കൂടുതലാണ് അല്ലേ. ലിക്വിഡിൻ്റെ കേസിൽ സോളിഡിനെ കമ്പയർ ചെയ്ത് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഗ്യാസിൻ്റെ കേസിൽ ഇറ്റ്സ് വെരി ഹൈ. ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇസ് വെരി വെരി ഹൈ. ഓക്കെ, ദെൻ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണം? ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്നു, ഇനിയും കൂടുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആവുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് വീണ്ടും ലിക്വിഡായിട്ട് മാറുന്നു, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അത് ഐസായിട്ട് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ് എന്തിൻ്റെ കാരണം? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനുള്ള കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു വിൽ റൈറ്റ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ടാണ് സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. എന്തുകൊണ്ടാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസും ആവുന്നതെന്ന് ചോദിച്ചാൽ വാട്ട് യു വിൽ ഹാവ് ടു റൈറ്റ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ക്ലിയർ ചിൽഡ്രൻ? ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആൻഡ് ഫൈനലി വി ആർ കൺക്ലൂഡിങ് ഇറ്റ് വിത്ത് ദി സെൻറ്റൻസ്. In all states, when heat is provided, the energy and movement of particle increases. നമ്മൾ ഹീറ്റ് കൊടുത്ത സമയത്ത് എനർജിയും കൂടി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസും കൂടി. But what about the attraction between particles? It decreases. While attraction among particles decreases when you provide heat. What happens to the energy? Increases. What happened to the movement of particles? Increases. And what happened to the attraction among particles? It decreases. Clear children? So this is what we have to learn today. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പഠിക്കണം. നിങ്ങൾ യു ഹാവ് ടു സ്റ്റഡി ദിസ്, യു ഹാവ് ടു റൈറ്റ് റൈറ്റ് നോട്ട്സ്. ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതുക നോട്ട്ബുക്കിലേക്ക്, അത് നല്ലപോലെ പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.